കേരളത്തിലെയും ട്രെൻഡ് എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഓക്കെ സജി, ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്നാണ് ഇടതുമുന്നണി ചോദിക്കുന്നത്. അതേസമയം BJP NDA മുന്നോട്ട് വയ്ക്കുന്നത് അവരുടെ വികസന പരിപ്രേക്ഷ്യമാണ്. കേരളം വികസിക്കണം, അതുകൊണ്ട് തന്നെ കേരളം മാറി ചിന്തിക്കും എന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഇക്കുറി NDA തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നെയ്യാറ്റിൻകരയിലെ പ്രതീക്ഷ എന്താണ്? തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നെയ്യാറ്റിൻകരയിലെ വികസന വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ വികസന വിഷയമെന്ന് പറയുമ്പോൾ പ്രധാനമായും ഇവിടുത്തെ പ്രശ്നം ഗതാഗത പ്രശ്നമായിരുന്നു. കരമന കളിയിക്കവള ദേശീയപാത വികസനം ആരംഭിച്ചിട്ട് ഏതാണ്ട് 25 വർഷമായി. ബഹുമാനമുള്ള നമ്മുടെ MLA കെ ആൻസലൻ ഇവിടെ ജനപ്രതിനിധിയായിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷത്തിനിടയിൽ നമ്മുടെ നെയ്യാറ്റിൻകര നിയമസഭയുടെ ഭാഗത്തുകൂടി പോകുന്ന ദേശീയപാത വഴിമുക്ക് മുതൽ കൊറ്റാമം വരെയുള്ള ഭാഗമാണ്. അതിനകത്തൊരു 10 മീറ്റർ നീളം പോലും ഇതുവരെ ആ ഒരു വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഈ നെയ്യാറ്റിൻകര നഗരസഭയിലും അതുപോലെ 5 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. ഈ പഞ്ചായത്തുകളിലെല്ലാമുള്ള മിക്കവാറും ഗ്രാമീണ റോഡുകളെല്ലാം തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയിലാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ 4 നൂറ്റാണ്ടിൻ്റെ വികസനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പുസ്തകം അടിച്ചിറക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ ധാരാളമാണ് എന്നുള്ളതാണ്. ഇതാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം 1763 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ, അതായത് ലൈഫിൻ്റെ വീടിൻ്റെ കണക്ക് ഒഴികെയുള്ള കണക്കാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് തികച്ചും തെറ്റായ നിരവധി വിഷയങ്ങൾ അതിനകത്ത് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് കരുത്തോടെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞിട്ട് 43.57 കോടി രൂപയുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇനിയും നടപ്പിലാക്കാത്ത, ഞാനീ പറഞ്ഞ 1763 കോടിയിൽ പകുതിയിലേറെ ഇപ്പോൾ അനുവദിക്കപ്പെട്ടു, ടെൻഡറായി നടത്താൻ പോകുന്നു, വരാൻ പോകുന്നു എന്ന് പറയുന്നതാണ്. അതായത് AK ആൻ്റണി പണ്ട് ചാരായം നിരോധിച്ചിട്ട് ഇറങ്ങിപ്പോയതുപോലെ ഏപ്രിൽ 1 മുതൽ നിലവിൽ വരും, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്ന പിറ്റേ ദിവസം മുതൽ നിലവിൽ വന്നു എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ 10 വർഷം കൊണ്ട് ചെയ്തതിനേക്കാൾ കൂടുതലാണ് ഈ കണക്ക് പരിശോധിക്കുമ്പോൾ. ഉദാഹരണത്തിന് പറഞ്ഞാൽ പൂവാറ് മുതൽ കൊല്ലങ്കോട് വരെയുള്ള തീരദേശ റോഡ് ഇതുവരെ കണ്ടിട്ടില്ല, 250 കോടി. മത്സ്യബന്ധന തുറമുഖം 360 കോടി, കണ്ടിട്ടില്ല. തമിഴ്നാട് സർക്കാർ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, തമിഴ്നാട് സർക്കാർ നീരോടി മുതൽ തെക്കേ കൊല്ലങ്കോട് വരെ കൊണ്ടുവന്നിരിക്കുന്ന പുലിമുട്ട് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് പൊഴിയൂരിൽ തീരമേഖലയിൽ ഉള്ള വീടുകളും അവിടെ ഉണ്ടായിരുന്ന പിയാത്ത ഉൾപ്പെടെയുള്ള എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ 93 കോടി രൂപ, ഈ 93 കോടി രൂപയേ ഉള്ളൂ. പിക്ചർ വരെ കൊടുത്തിട്ടുണ്ട്. 507 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതിയുടെ കണക്കാണ് കേന്ദ്ര സർക്കാർ കൊടുത്ത ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ടുള്ള പൈസയാണത്. ജൽജീവൻ മിഷൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 50% സംസ്ഥാന സർക്കാരും 50% കേന്ദ്ര സർക്കാരുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിനകത്ത് വരേണ്ടത്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ജലജീവൻ മിഷൻ്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത ഫണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ ഈ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചു എന്ന് പറയുന്നതല്ലാതെ ഒരു ഗ്രാമപഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റിയിൽ പോലും ഒരു വീട്ടിലും കുടിവെള്ളം എത്തിയിട്ടില്ല. റോഡ് വെട്ടിപ്പൊളിച്ച് പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ചില വീടുകളിൽ ടാപ്പ് വെച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ അവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല. അപ്പോൾ ആ കുടിവെള്ളത്തിൻ്റെ വിഷയം ആ അവസ്ഥയിലാണുള്ളത്. റോഡിൻ്റെ കാര്യത്തിൽ ഈ അവസ്ഥയാണുള്ളത്. ലൈഫിൻ്റെ കാര്യത്തിൽ 4000 ചില്ലുവാനം വീടുകളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. 193 കോടി രൂപ ആണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വീടുകളുടെ എണ്ണവും ആ അനുവദിക്കപ്പെട്ട തുകയും തമ്മിൽ ഒരു 8 ലക്ഷം രൂപയുടെ കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം ഫുൾ പൈസ എന്നുള്ളതാണ്. മുഴുവൻ വീട് വച്ചതിന് ശേഷവും വെറും 40,000-ഉം 1,40,000-ഉം കിട്ടി. ഇനിയും പൈസ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന, സ്വന്തം വീട് പൊളിഞ്ഞ അവസ്ഥയിലുള്ള നിരവധിയായ ആൾക്കാർ ഞാൻ താമസിക്കുന്ന കാരോട് ഗ്രാമപഞ്ചായത്തിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ പകുതിയിലേറെ വ്യാജമായ കണക്കുകളാണ്. കൃത്യമായി തെളിവ് സഹിതമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് 1-2 സ്ഥലത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞിരിക്കുന്ന ജലജീവൻ മിഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അതുപോലെയാണ് പകുതി വരേണ്ടതാണ്. ഇനി അത് പകുതിയാണെങ്കിൽ പോലും 250 കോടി രൂപ കേന്ദ്ര സർക്കാരിനാണ്. പക്ഷേ അവിടെ എങ്ങും മനോഹരമായിട്ടുള്ള ചിത്രമാണ് പുലിമുട്ട് നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പിക്ചർ ഇതിനകത്ത് കാണാം. അതായത് ഒരു ഇമാജിനാണ്, നാളെ എങ്ങനെ ഇരിക്കുമെന്നുള്ളതിൻ്റെ കണക്കാണ്. അതുപോലെ മാവളക്കടവിലുള്ള ജലസംഭരണിയുടെ ചിത്രം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പറയേണ്ടത് ഈ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ ജലജീവൻ മിഷൻ്റെ പദ്ധതി, ഈ പൈപ്പിട്ടതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ശുദ്ധീകരണ പ്ലാന്റുകളുടെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, തടയണ നിർമ്മാണം പൂർത്തിയായിട്ടില്ല, വിതരണ ശൃംഖല സ്ഥാപിച്ചിട്ടില്ല, സംഭരണികളും പൂർണ്ണമായിട്ടില്ല. പിന്നെ എന്ത് കുടിവെള്ള പദ്ധതിയാണ്? 10 വർഷം കൊണ്ട് ചെയ്യാൻ സാധിക്കാത്തത് ഈ സാമ്പത്തിക വർഷത്തിൽ ഭരണാനുമതി ലഭിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇത്
തികച്ചും ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കാര്യമാണ്. ഒരു ഉദാഹരണത്തിന്, ഞാൻ തന്നെ ജനപ്രതിനിധിയായിരുന്ന കാരോട് ഗ്രാമപഞ്ചായത്തിലെ ഐരക്കുളം നവീകരിച്ചു എന്ന് ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ്. നബാർഡ് വഴി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള തുകയാണ്. അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1,98,00,000 രൂപ എന്നാണ്. 1,63,00,000 ഐരക്കുളത്തിനും പുലിയൂർക്കുളത്തിനുമായിട്ട് അനുവദിക്കപ്പെട്ടത്. ഒരു പൈസ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയോ വിഹിതം അതിനകത്തില്ല. അതിനകത്ത് യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഞാനാണ് ആ പണി നടത്തിയിട്ടുള്ളത്. അതേസമയം 98,00,000 രൂപ വെൺകുളത്തിന് അനുവദിച്ചിട്ടുണ്ട്. 2 പിരമിഡ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കാട് കയറിയാണ് ആ കുളം അവിടെ ഉള്ളത്. അതിനകത്ത് അദ്ദേഹം ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ഇത് നിർമ്മിച്ചിട്ടുണ്ട്. അത് നിർമ്മിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. 10 സ്ഥാപനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയാത്തൊരു സ്ഥാപനം കൂടിയുണ്ട്. പഴയ ഉച്ചക്കടയിൽ ഒരു സിവിൽ സപ്ലൈസ് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടി ഒന്ന് സൂചിപ്പിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം കൂടിയാണ് എനിക്കുള്ളത്. അതുപോലെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. ഇനിയും അതിദരിദ്രർക്ക് വീട് മെയിൻ്റനൻസിന് കൊടുത്തതിൽ പകുതിയിലേറെ പണം ഇനി കൊടുക്കാനുണ്ട്. മുഴുവൻ വീടുകളും വൈദ്യുതീകരിച്ചു എന്ന് പറയുമ്പോൾ കൂടെ വന്നാൽ കാണിച്ചു തരാം. ഇനിയും വൈദ്യുതി ലഭിക്കാത്ത വീടുകൾ നെയ്യാറ്റിൻകര നിയമസഭാ മണ്ഡലത്തിൽ കാരോട് ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം തന്നെ ചർച്ച ചെയ്യപ്പെടും. വികസനം തന്നെ ചർച്ച ചെയ്യപ്പെടണം. വികസനത്തിൻ്റെ കള്ളക്കണക്കുകളാണ് ഇതിനകത്തുള്ളത്. ഇത് ജനം ചോദ്യം ചെയ്യും എന്നുള്ളത് നിസ്തർക്കമായ വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ പാഴായ വാഗ്ദാനങ്ങളാണ് പ്രധാനമായും ചർച്ചയാകുക. ഓക്കെ, യെസ്, NDAയുടെ വാദം കേട്ടു. അഡ്വക്കേറ്റ് വിനോദ് സെൻ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുകയാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. കരപിടിക്കുമോ? ജീവൻ മരണ പോരാട്ടത്തിൻ്റെ വിഷയമില്ല, തിരഞ്ഞെടുപ്പാണ്. കരപിടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പും അടുത്തടുത്ത് നടന്നിട്ട് നിൽക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിസൾട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് താങ്കളുടെ അടക്കം മാധ്യമത്തിന് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ CP ജോണും അഭിമുഖം തരികയുണ്ടായി. അന്ന് അവർ 4 കോർപ്പറേഷൻ പിടിക്കും, ബാക്കിയുള്ളത് കൃത്യമായൊരു കണക്ക് പറഞ്ഞപ്പോൾ